സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി ദേവസ്വം വിജിലൻസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവൻ ഉൾപ്പെടെയുള്ളവരെയാണ് ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പമുള്ള മറ്റ് സ്പോൺസർമാരായ അനന്തസുബ്രഹ്മണ്യം, രമേശ് എന്നിവരെയും ചോദ്യം ചെയ്തു. അതേസമയം ഇന്നലെ വിജിലൻസിന് മുന്നിൽ ഹാജരായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണങ്ങൾ നിഷേധിച്ചു. ഹാൻസ് ജോൺ നൽകും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഹാൻസ്, ഇന്നലെ മൊഴി നൽകിയപ്പോൾ പോറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സഹകരിക്കുമെന്നടക്കം അദ്ദേഹം വാദങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ഇനി ആരൊക്കെയാണ് ചോദ്യം ചെയ്യൽ പരിധിയിൽ അടുത്തതായി വരിക? അരുണ്യ, കഴിഞ്ഞ ദിവസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ് ഉണ്ടായത്. സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയിട്ടില്ല, പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് നടത്തിയത്. താനടക്കം 3 പേർ ചേർന്നാണ് സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചതെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന് മൊഴി നൽകിയത്. ഇതിനായി 15 ലക്ഷത്തോളം രൂപ ചെലവായെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അവകാശപ്പെട്ടിട്ടുണ്ട്. പാളി ബംഗളൂരുവിൽ കൊണ്ടുപോകരുതെന്ന് ആരും പറഞ്ഞിരുന്നില്ല. സ്വർണം പൂശാൻ ചില സാങ്കേതിക തടസ്സം വന്നതിനാലാണ് ചെന്നൈയിൽ എത്തിക്കാൻ വൈകിയതെന്നും ആണിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കൂടുതൽ പേരെ ഈ വിവാദത്തിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായിട്ടുള്ള വാസുദേവൻ ഉൾപ്പെടെയുള്ളവരെയാണ് ചോദ്യം ചെയ്യുക. ഒപ്പമുള്ള മറ്റ് സ്പോൺസർമാരുമുണ്ട്. അദ്ദേഹം മാത്രമല്ല, അനന്തസുബ്രഹ്മണ്യം, രമേശ് എന്നിവരെയും ഈ വിജിലൻസ് ചോദ്യം ചെയ്തേക്കും. എന്തായാലും ഈ അന്വേഷണവുമായി സഹകരിക്കും എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ആരോപണങ്ങൾ തള്ളിയ സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടവരെ കൂടി വിജിലൻസ് ചോദ്യം ചെയ്യുന്നത്. അരുണ്യ, ശരി. ഹാൻസ് ജോണാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണപ്പാളിയിലെ ദുരൂഹത നീക്കാനുള്ള അന്വേഷണത്തിലാണ് ദേവസ്വം വിജിലൻസ്. ഇന്നലെ 4 മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു.